ഉൾക്കടലിന്റെ തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ വലിയ പാറക്കെട്ടുകൾ, അതിവിശാലമായ ഉൾത്തലങ്ങളുമുള്ള ഭീകരമായ ഗുഹ, അതിലേറെ മനോഹരമായ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ടുകളും ബോട്ടിലെ രുചികരമായ വിഭവങ്ങളും, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ സ്ഥലങ്ങൾ, ഉൾക്കടലിന്റെ വിശാലമായ ദൂരക്കാഴ്ചകൾ കാണിക്കുന്ന ടീപ് ടോപ്പ് ഐലൻഡ്. അപ്പോൾ മനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ നമുക്ക് വിയറ്റ്നാമിലെ ഹലോംബിലോട്ട് പോകാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഹനോയിൽ തന്നെ ഉള്ളത്. അവിടുന്ന് 3 മണിക്കൂർ ട്രാവലിംഗ് ചെയ്താലാണ് ഹലോംബിലോട്ട് എത്തേണ്ടത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ പ്രൊവൈഡിങ് ഉള്ളത് കൊണ്ട് 6 to 8:30 വരെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടൈം. രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് 2 ദിവസത്തേക്കുള്ള പാക്കിങ് ചെയ്ത് കുട്ടികളെയൊക്കെയും ഫ്രഷ് ആവാൻ എണീപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് 6:30 6:45 ഞങ്ങൾ ഫുഡ് ലോഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഇസാനും ഇത്തയും അലയൻകയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ടൈമിനതുകൊണ്ട് ഫുഡ് കഴിക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. ഫുഡെല്ലാം കഴിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാത്തിലും പോർക്ക് ഉണ്ടാവും. അതുകൊണ്ട് പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഷെഫിനോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, സാലാഡ്സ്, വെജിറ്റബിൾ അങ്ങനെയെല്ലാം കഴിച്ചു. വയറെല്ലാം ഫുള്ളാക്കി. പിന്നെ നമ്മുടെ ക്യാബിൻ വന്നു. നമ്മളിതാ ക്യാബിൽ കയറുന്നു. 7:30 നമ്മുടെ ക്യാബിൻ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ആ ടൈമിൽ തന്നെ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ ഹോട്ടലിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2 days കഴിഞ്ഞാൽ ഈ ഹോട്ടലിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്ന് പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനോട്ട് പോവുകയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാബിനിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ പോണ വഴിക്ക് ഒരു 1 hour ട്രാവലിംഗ് കഴിഞ്ഞപ്പോൾ അവരൊരു ഷോപ്പിൽ നിർത്തി. അവിടെ ആവശ്യങ്ങൾ ടൂറിസ്റ്റുകളിൽ പോകുമ്പോൾ നിർത്തുന്നൊരു പ്ലേസാണ്. അവിടുത്തെ ഒരു പിക്ചേഴ്സ്, സുവനേഴ്സ്, പിന്നെ ക്യാപ്പ്, ഡ്രസ്സ്, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവാണ് ടൂറിസ്റ്റുകൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടുത്തെ കോക്കനട്ട്, മാംഗോ, അങ്ങനത്തെ കോഫി, അങ്ങനത്തെ എല്ലാം ട്രൈ ചെയ്തു. പിന്നെ നമ്മളവിടുന്ന് യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോകുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ നിന്നതിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ വേറൊരു കാഴ്ചയായിരുന്നു. നമ്മളവിടെ സിറ്റി ആണെങ്കിലും കുറച്ചൊരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു ടൗണിലോട്ട് കടന്നു. ടൗൺ മീൻസ് വേറൊരു ഹൈ ആൾക്കാർ താമസിക്കുന്ന ഒരു ലെവൽ, ആ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ പോകുന്ന ഫ്ലാറ്റുകളും ബിൽഡിങ്ങും അങ്ങനത്തെ ഒക്കെ ഓരോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹലോംബയിൽ എത്തി. ആദ്യം നമ്മൾ ക്യാബിനിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഒരു ഗൈഡ് വന്നിരുന്നു. നമ്മുടെ നെയിമെല്ലാം വിളിച്ച് നമ്മളെ അകത്തോട്ട് എൻട്രി ആക്കി. അതിനുശേഷം മെയിൻ ഗൈഡ് വന്നു. ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. ഓക്കെ, കറക്റ്റ് ആയതിനു ശേഷം ജസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ല അവിടെ. അതിൻ്റെ റീസണും അവർ പറഞ്ഞു തന്നു കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്യാൻ കാരണം അത്രയും വിയറ്റ്നാം ഗവൺമെൻറ് ആ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്, ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് അവർ വെക്കുന്നുണ്ട് ആ ഐലൻഡിനെ, ഹലോംബയിൽ. അങ്ങനെ ഗൈഡ് വന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ജസ്റ്റ് നമ്മൾ ഫുഡിൻ്റെ കാര്യം ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻസാണ്, നമ്മൾ പോർക്ക് കഴിക്കൂല എന്ന്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫുഡിൻ്റെ ജസ്റ്റ് അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞങ്ങൾ കുറച്ച് കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യാനായി. 11:30 ആ ടൈമിലാണ് നമ്മുടെ ചെക്കിങ്. നമ്മൾ അവിടുന്ന് ജസ്റ്റ് അടുത്ത ബോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മുടെ ക്രൂസിൽ പോകാൻ. അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ക്രൂസിൽ പോകാൻ വേണ്ടിയിട്ട് എൻട്രി ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വലിയ ഗ്രൂപ്പായിട്ടല്ല പോകുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പേഴ്സണൽ ഗ്രൂപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പേഴ്സണൽ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് അവിടെ സാധാരണ 30, 40 അല്ലെങ്കിൽ 20 പേര് അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് ഒരു ഗൈഡ് ഉണ്ടാവുക. നമുക്ക് കുറച്ച് ടീം, അതായത് എല്ലാവരും പേഴ്സണൽ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമുക്ക് ഒരു 3 ടീമുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ടീമിനും കൂടിയിട്ടൊരു ഗൈഡ്. ഇതായിരുന്നു നമ്മുടെ റൂം. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം. ഞാനത് എടുത്ത് പറയാൻ കാരണം, നിങ്ങൾ ആരെങ്കിലും വിയറ്റ്നാമിലോട്ട് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂൾസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ബെറ്റർ ആവും. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത്ര വലിയ കെയറിങ് ഒന്നും ഉണ്ടാവില്ല. ഇതാവുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് പ്രൈവസിയും എന്താ പറയുക, നമുക്കൊരു ഒന്നും കൂടി എൻജോയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ടൈം ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മൾ ടേബിളിൽ അവിടെ എത്തണമെന്ന്. പിന്നെ വന്നു ഫുഡ്. ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിത് കഴിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ ലെമൺ മാത്രം അതിൽ ഇത്തിരി ആഡ് ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. വലിയ എന്താ പറയുക,
രുചി വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാൻ വാക്കുകളില്ല. നമ്മൾ പോർക്ക് കഴിക്കുന്നില്ല പറഞ്ഞപ്പോൾ നമുക്ക് ഫിഷ് അവർ മുൻഗണന തന്നിട്ടുണ്ടായിരുന്നു. ഫിഷും അവിടെ പൊതുവേ എന്താണെന്നറിയില്ല, ചിക്കൻ കമ്മിയായിരുന്നു. ബീഫും പോർക്കാണ് അവിടെ മെയിൻ. ബീഫും കമ്മി തന്നെ, പക്ഷെ എന്നാലും ഒരു ലെവൽ വരെ ഓക്കെയാണ്. പക്ഷേ പോർക്കിൻ്റെ പലതരം പോർക്ക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിയറ്റ്നാമിലോട്ട് പോയിക്കോ, 100% നിങ്ങൾക്ക് ഇഷ്ടവും. ഒരു രക്ഷയില്ലാത്ത പലതരം, നമ്മൾ ഒരു 100 തരം വിഭവങ്ങളുണ്ടാവും പോർക്കിൻ്റെ തന്നെ. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി എൻജോയ് ചെയ്ത് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് നമ്മൾ റൂമിലോട്ട് റെസ്റ്റ് എടുക്കാൻ വന്നു. കാരണം അവരുടെ ട്രീറ്റ് ഒരു രക്ഷയില്ല പറയാൻ. കാരണം എൻ്റെ ചെറിയ മോളുടെ ഫുഡ് അടക്കം മെനു ആക്കിയിട്ടാണ് അവർ നമുക്ക് കൊടുന്നു തരുന്നത്. കുട്ടി കഴിക്കാനുള്ള രൂപത്തിൽ നമ്മളോട് ചോദിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി തരും. പിന്നെ നമ്മൾ റൂമിലോട്ട് വന്ന് ഫ്രഷായി. നമ്മളോട് ഓൾറെഡി ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ റെഡി ആവണം അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ജസ്റ്റ് നമ്മൾ അതും ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ തന്നെ പോകുന്നുണ്ടാവുക. ക്രൂസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫ്രഷായി. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. സർപ്രൈസ് കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സർപ്രൈസ് കേവിൻ്റെ ഹൈറ്റ് അത്യാവശ്യം വലിയ ഹൈറ്റ് ഉണ്ട്. അങ്ങോട്ട് നമ്മൾ കയറി എത്തണം. അങ്ങനെ ഞങ്ങൾ ഗുഹക്കുള്ളിൽ കയറി. നമുക്ക് ഗൈഡ് എല്ലാ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയത്, ആര് കണ്ടുപിടിച്ചു, ഇത് എത്ര വർഷങ്ങളായി. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 25 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേവ് 1901 ഫ്രഞ്ചുകാരാണ് കണ്ടുപിടിച്ചത്. ബോഹോങ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്ന ഈ കേവിൻ്റെ ആകെ വലിപ്പം 1,08,000 സ്ക്വയർ ഫീറ്റാണ്. അതായത് ഇത് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതുപോലെ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന മാതിരിയല്ല. അത് ഡയറക്റ്റ് കണ്ടാൽ തന്നെ അത് പറഞ്ഞറിയിക്കാനുള്ള ഭംഗിയും അത് നമുക്ക്, കാരണം അതിൻ്റെ ചുറ്റൂരം അവർ അത്രയും ലൈറ്റുകളും അതുപോലെ തന്നെ അത്രയും നീറ്റായിട്ട്, അത് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം. അത്രയും ആഴത്തിൽ കടലിൽ ഇത് ഇത്രയും താഴ്ചയിൽ വെള്ളം ഉണ്ടായിരുന്നു. അതെല്ലാം വെള്ളം വറ്റി അങ്ങനെ ആയിപ്പോയി എന്നാണ് അത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളൊക്കെ അതിൽ അകപ്പെട്ടിട്ടുണ്ട്. അതൊന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അതിൽ നമ്മൾ നടന്നു പോകുമ്പോൾ കാണാം ഓരോ സ്പേസിലും ആ മൃഗത്തിൻ്റെ മുഖങ്ങളും ഷേപ്പുകളും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അടയാളങ്ങൾ അവിടെ ഇങ്ങനെ കാണാം നമുക്ക്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സർപ്രൈസ് കേവ് തന്നെയാണ്. അതവിടെ വന്നാൽ തന്നെ ആ സർപ്രൈസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്നെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായി നമ്മൾ ഗൈഡ് ഹെൽപ്പ് ചെയ്ത്, അവിടെ സ്ലിപ്പാവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് പിടിച്ച് കയറ്റുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് എത്തി. ടീപ്പ് ടോപ്പ് ഐലൻഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഒരു സ്പേസും കൂടിയാണ് ഈ ഒരു ടോപ്പ് ഐലൻഡ് പറയുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ ബ്രദർ ഈ ഗെയിം നന്നായി കളിക്കും ബാംഗ്ലൂരിൽ എന്ന്. അങ്ങനെ പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. മോള് ജസ്റ്റ് നന്നായി ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി അത്രയും തിരക്കായിരുന്നു. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ മോളും ടയേർഡായത് കാരണം പിന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ക്രൂസിൻ്റെ ഉള്ളിലോട്ട് തന്നെ വന്നു. അവിടെ കുറേ എൻജോയ് ചെയ്തു. നമ്മൾ അവിടുന്ന് കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെ തിരിച്ച് നമ്മൾ റിട്ടേൺ നമ്മൾ ക്രൂസിലോട്ട് തന്നെ പോകണ്ടായിരുന്നു. ചെറിയൊരു മഴ ചാറലുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും പോയി
പിന്നെ ഗൈഡ് ഓൾറെഡി നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞ് 3rd ഫ്ലോറിലോട്ട് വരാൻ. അവിടെ ഒരു കുക്കിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ്സ്. ചിക്കൻ അല്ല പോർക്ക് വെച്ചിട്ട് ഒരു സ്പ്രിങ് ഓണിയൻ തയ്യാറാക്കുന്നത്, അത് ജസ്റ്റ് നോക്കി പഠിച്ചു. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. അടിപൊളി ഫുഡായിരുന്നു, ലഞ്ചിനാട്ടിലും അതിഗംഭീരമായ ഡിന്നറായിരുന്നു. അതെല്ലാം വയറ് നിറച്ച് കഴിച്ചു. പിന്നെ നമുക്ക് ഫിഷിങ് ഉണ്ടായിരുന്നു, ഫിഷിങ് ചെയ്യായിരുന്നു. ഒരു 1 hour 2 hour എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഫിഷിങ് ചെയ്യാം. ജസ്റ്റ് അവിടെ ഒരു ചെറിയ സ്ക്വിഡ് ഉണ്ടാവും, അവിടെ നിന്ന് എല്ലാവരും പിടിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഷിങ് കുറേ നേരം ഇരുന്ന് നോക്കി. ഷെൻസിയും അളിയനിക്കും ഷെബിക്കും മത്സരിച്ചിട്ട് എനിക്ക് പിന്നെ അതൊരു വശമില്ല. പിന്നെ കുറേ നേരം ഇരുന്നതിന് ശേഷം അവർക്ക് ബോറടിച്ചതിന് ശേഷം ഞങ്ങൾ 3rd ഫ്ലോറിലോട്ട് വന്ന് ഗെയിം കളിച്ചു. കുറേ നേരം ഉനോ കാർഡ് കളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കള്ളനും പോലീസും കളിക്കുക, കള്ളനും പോലീസും കളിച്ചു. അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അളിയൻക ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ചിരിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ എപ്പോഴും കള്ളത്തി ഞാനാണ് പറഞ്ഞിട്ട് തന്നെ എപ്പോഴും ജസ്റ്റ് നോട്ടപ്പുള്ളി ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി, അടുത്ത് തന്നെ ഭാര്യ ഏത് നേരം നോക്കിയാലും കള്ളൻ എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല സത്യം പറയാലോ എൻജോയ് ചെയ്ത് ഞങ്ങൾ മനസ്സറിഞ്ഞും ഗെയിം കളിച്ചു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലോട്ട് കാണാം.